യഥാർത്ഥത്തിൽ അമേരിക്ക ഇറാനെ ആക്രമിച്ചത് ചൈനയ്ക്കുള്ള ഒരു താക്കീത് എന്ന നിലയിലാണോ? ട്രംപിൻ്റെ ആവനാഴിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അസ്ത്രം അല്ലെങ്കിൽ ആയുധം എന്ന് പറയുന്നത് ടാരിഫാണ്. എന്തിനും ഏതിനും ട്രംപ് എടുത്ത് വീശുന്നത് ടാരിഫാണ്. ചൈനയ്ക്ക് നേരെയുള്ള ജൽപ്പനങ്ങൾ നിരന്തരം അമേരിക്ക നടത്തുന്ന, ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന ജൽപ്പനങ്ങൾ ചൈന അതിന് പുല്ലുവില പോലും കൊടുക്കുന്നതായി കാണുന്നില്ല. ചൈനയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട്, റഷ്യയെ അവഗണിച്ചുകൊണ്ട് ഒരു ലോക വ്യവസ്ഥിതിയെ കെട്ടിപ്പടുക്കാൻ അമേരിക്ക ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതത്ര എളുപ്പമൊന്നുമല്ല. അതുകൊണ്ട് 90 ലക്ഷം വരുന്ന ഇന്ത്യൻ പ്രവാസികൾ, 35 ലക്ഷം വരുന്ന മലയാളികൾ, ഇവരെല്ലാം തന്നെ മുൾമുനയിലാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, ഇറാനെ സമ്മർദ്ദത്തിലാക്കാനായി ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ സഞ്ചാരം ഇപ്പോൾ അമേരിക്ക തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. ചൈനയുടെ ഒരു കപ്പൽ കഴിഞ്ഞ ദിവസം കടന്നു പോയിട്ടുമുണ്ട്. പക്ഷേ ഇറാനിൽ നിന്ന് ചൈനയ്ക്കുള്ള എണ്ണ വിതരണം തടസ്സപ്പെടുത്തുകയാണ് പ്രധാന ഉദ്ദേശമെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഇറാന് ആയുധങ്ങൾ നൽകുന്ന രാജ്യങ്ങൾക്ക് 50% അധിക തീരുവ ചുമത്തുമെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസവും ഭീഷണിപ്പെടുത്തിയിരുന്നതാണല്ലോ. ഹോർമൂസിലൂടെയുള്ള മൊത്തം എണ്ണയിൽ ഏതാണ്ട് 40% പോയിരുന്നത് ചൈനയിലേക്കാണ് എന്ന് പറയുമ്പോൾ ഇത് പരോക്ഷമായിട്ടെങ്കിലും ചൈനയ്ക്കെതിരായ ഒരു രഹസ്യ യുദ്ധമായി മാറുകയാണോ? അങ്ങനെ ചിന്തിക്കുന്ന പലരുമുണ്ട്. യഥാർത്ഥത്തിൽ അമേരിക്ക ഇറാനെ ആക്രമിച്ചത് ചൈനയ്ക്കുള്ള ഒരു താക്കീത് എന്ന നിലയിലാണോ? ചൈനയെ ആത്യന്തികമായി വരിഞ്ഞു മുറുക്കുക എന്ന അമേരിക്കൻ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണോ? സംശയമുണ്ട്, ന്യായമായ സംശയമുണ്ട്. ഈ പറഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്സ് വളരെ റെലവൻ്റ് ആണ്. ചൈനയുടെ ആകെ എണ്ണ ആവശ്യത്തിൻ്റെ, ലോകത്തെ ഏറ്റവും അധികം എണ്ണ ഉപഭോഗമുള്ള രാജ്യമാണ് ചൈന. അതിൻ്റെ 40% കടന്നു വരുന്നത് ഇറാനിൽ നിന്നാണ്. ഇറാൻ്റെ എണ്ണ കയറ്റുമതിയുടെ 90% ചൈനയിലേക്കാണ്. അപ്പം കാർഗ് ദ്വീപിൽ നിന്നുമൊക്കെ കയറ്റുമതി ചെയ്ത എണ്ണക്കപ്പലുകൾ കൂടുതലും പോയിരുന്നത് ഇന്ത്യയിലേക്കൊന്നുമല്ല, ചൈനയിലേക്കാണ്. അതുകൊണ്ട് ചൈനയെ ചോക്ക് ചെയ്യുക, ചൈനയെ പരമാവധി ബുദ്ധിമുട്ടിക്കുക. വെനിസ്വലൻ എണ്ണ ഇനി ചൈനയ്ക്ക് ലഭിക്കില്ല. കാരണം വെനിസ്വല അമേരിക്കൻ കൺട്രോളിലായി. വേണമെങ്കിൽ അമേരിക്കയോട് വലിയ രീതിയിൽ മാപ്പപേക്ഷിച്ച് വേണമെങ്കിൽ വെനിസ്വലൻ എണ്ണയ്ക്ക് വേണ്ടി ചൈനയ്ക്ക് ക്യൂ നിൽക്കാം. പക്ഷേ അതൊക്കെ അമേരിക്കയുടെ ടേംസിലായിരിക്കും വിൽക്കുന്നത്. അപ്പോൾ ഇറാനിയൻ എണ്ണ കൂടി ലഭിക്കാതിരുന്നാൽ ചൈനയുടെ ഏക പ്രധാന എണ്ണ സ്രോതസ് റഷ്യ മാത്രമായി മാറും. റഷ്യക്ക് തീർച്ചയായും ചൈനയ്ക്ക് കൊടുക്കാനാവും. റഷ്യക്ക് വിൽക്കാനുള്ളതും ചൈനയ്ക്ക് ആവശ്യമുള്ളതും ക്രൂഡ് ഓയിൽ ആയതുകൊണ്ട് അതൊരു പക്ഷേ സാധിക്കും. പക്ഷേ അതുകൊണ്ട് മാത്രം ചൈനയുടെ മൊത്തം എണ്ണ ആവശ്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇവിടെ ചൈന ആയുധങ്ങൾ നൽകി ഇറാനെ സഹായിക്കുന്നു എന്ന ഒരു പരിഭവം അമേരിക്ക പറഞ്ഞു കഴിഞ്ഞു. എയർ ഡിഫൻസ് സിസ്റ്റം, അമേരിക്കയുടെ എയർ ഡിഫൻസ് സിസ്റ്റം എല്ലായിടത്തും വിൽക്കാം, അതിന് കുഴപ്പമില്ല. പക്ഷേ ചൈനയുടെയും റഷ്യയുടെയും എയർ ഡിഫൻസ് സിസ്റ്റം ഇറാന് വിൽക്കുന്നതിന് കർശനമായ നിയന്ത്രണങ്ങളുണ്ട്. ഇപ്പോൾ 3 രാജ്യങ്ങൾ വഴി, ഇറാൻ്റെ സമീപ പ്രദേശത്തുള്ള പഴയ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങൾ, അതുവഴി ചൈന ഒരുപക്ഷെ ഇറാനിലേക്ക് ചെറിയ തോതിലെങ്കിലും ഡിഫൻസ് എക്യുപ്മെൻറ്റ്സ്, ഏറിയൽ ഡിഫൻസ് എക്യുപ്മെൻറ്റ്സ് ആണ്. അത് ചൈനീസ് നിർമ്മിത ഈ S-400-നും S-300-നും ബദലായുള്ള അത് റഷ്യൻ നിർമ്മിതമാണ്. ചൈനീസ് നിർമ്മിതമായ ഉൽപ്പന്നങ്ങളുണ്ട്, അത് നൽകുക. അതേപോലെ തന്നെ വെടിക്കോപ്പുകൾ നൽകുക. കരയുദ്ധത്തിന് സജ്ജമാകാൻ ഇറാൻ സേനയെ തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായി തോളത്ത് വെച്ചുകൊണ്ട് ആകാശത്തേക്ക് തൊടുക്കാവുന്ന ഹെലികോപ്റ്ററുകളെയോ വിമാനങ്ങളെയോ അല്ലെങ്കിൽ ഏറിയൽ ഒബ്ജക്ട്സിനെയോ ലക്ഷ്യമാക്കാവുന്ന, അല്ലെങ്കിൽ ഹ്രസ്വദൂര ഒബ്ജക്റ്റുകളെ ലക്ഷ്യമാക്കാവുന്ന ലോഞ്ചറുകൾ, ഷോൾഡർ ബേസ്ഡ് മിസൈലുകൾ, ഇതെല്ലാം ചൈനയുടെ കൈവശമാവോളമുണ്ട്. ഇതെല്ലാം ഇറാന് നൽകും എന്നാണ് അമേരിക്ക പറയുന്നത്. അങ്ങനെ സംഭവിച്ചാൽ ചൈനയ്ക്കെതിരെ അതിശക്തമായ ടാരിഫ് ഏർപ്പെടുത്തും. 50% ട്രംപ് ഉടനടി ട്രംപിൻ്റെ ആവനാഴിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അസ്ത്രം അല്ലെങ്കിൽ ആയുധം എന്ന് പറയുന്നത് ടാരിഫാണ്. എന്തിനും ഏതിനും ട്രംപ് എടുത്ത് വീശുന്നത് ടാരിഫാണ്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം, ഓപ്പറേഷൻ സിന്ദൂർ കൊടുമ്പിരിക്കൊണ്ടിരുന്നപ്പോൾ ടാരിഫ് എന്ന വാളെടുത്ത് വീശി പാകിസ്ഥാനും ഇന്ത്യയും ഇടത്തും വലതുമായി വീണു എന്നാണല്ലോ ട്രംപ് പറയുന്നത്. അതുകൊണ്ട് ടാരിഫ് കണ്ട് പേടിക്കുന്ന രാജ്യമാണ് ചൈന എന്ന് കരുതിയെങ്കിൽ തെറ്റി. ചൈനയ്ക്ക് നേരെ 256% വരെ ടാരിഫ് കയറ്റി വിളിച്ചു. അപ്പോഴും അമേരിക്കയ്ക്ക് പടിയിറങ്ങേണ്ടി വന്നു. പിന്നീട് കുറച്ച് വന്ന് 50% മാറ്റി അത് വീണ്ടും കുറച്ചു. അപ്പോൾ യഥാർത്ഥത്തിൽ ചൈനയ്ക്ക് നേരെയുള്ള ജൽപ്പനങ്ങൾ നിരന്തരം അമേരിക്ക നടത്തുന്ന, ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന ജൽപ്പനങ്ങൾ ചൈന അതിന് പുല്ലുവില പോലും കൊടുക്കുന്നതായി കാണുന്നില്ല. അതുകൊണ്ട് ഒരുപക്ഷെ മധ്യസ്ഥത വഹിക്കാൻ ചൈന വരില്ല. പക്ഷേ ചൈനയുടെ ഊർജ സുരക്ഷിതത്വത്തിൻ്റെ ആണിക്കല്ലായി ഇറാൻ മാറുമ്പോൾ ഏതെങ്കിലും രീതിയിൽ
അമേരിക്ക ഉപരോധം, അമേരിക്കൻ ബ്ലോക്കേഡ് ടു ഹോർമൂസ് പൊളിച്ചെടുക്കാൻ റഷ്യയുമായി ചേർന്നുകൊണ്ട് ചൈന എന്ത് നീക്കമാവും നടത്തുക. ഞാൻ പലയാവർത്തി സൂചിപ്പിച്ചൊരു കാര്യമാണ്, അത് മനസ്സിൽ വന്നതുകൊണ്ട് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഒരിക്കൽ കൂടി സൂചിപ്പിക്കുന്നു, ചൈനീസ് കപ്പലുകൾ ധൈര്യപൂർവ്വം എണ്ണ എടുക്കാനായി ഇറാൻ തുറമുഖത്തേക്ക് വരുന്നു, അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾ തുറമുഖത്തേക്ക് വരുന്നു എന്ന് കരുതുക. ഹോർമൂസിലൂടെ തന്നെ ഈ ഉപരോധം ഉണ്ടായിരിക്കെ, ഉപരോധം എന്ന് പറഞ്ഞാൽ കപ്പലുകൾ കുറുകെ അങ്ങ് ഇട്ടിരിക്കുകയൊന്നും അല്ലല്ലോ, അതിലെ അമേരിക്കൻ കപ്പലുകൾ റോന്ത് ചുറ്റുന്നു, അതിലെ പോകുന്നു എന്ന് മാത്രം. അതുമാത്രമല്ല, ഹോർമൂസിനുള്ളിലേക്ക് അധികം അമേരിക്കൻ കപ്പലുകൾ പ്രവേശിച്ചതായി റിപ്പോർട്ടുകൾ. ഹോർമൂസിൻ്റെ പുറത്താണ് ഈ അഭ്യാസങ്ങളെല്ലാം നടക്കുന്നത്, അതെല്ലാം ഒമാൻ ഉൾക്കടലിലാണ്. അപ്പോൾ 800ഓളം കപ്പലുകൾ ഹോർമൂസ് കടന്ന് വെളിയിലേക്ക് പോകാൻ കാത്തു നിൽപ്പുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ഒരുപക്ഷെ ഹോർമൂസ് കടന്ന് അകത്തേക്ക് പേർഷ്യൻ ഗൾഫിലേക്ക് പ്രവേശിച്ച് എണ്ണ കൊണ്ടുപോകാനൊക്കെ വന്ന കപ്പലുകളാണ്. അവയെ സുഗമമായി ഹോർമൂസ് കടത്തി പുറം ലോകത്തേക്ക് വിടുക എന്ന ദൗത്യം ഒരുപക്ഷെ പ്രാഥമികമായ രീതിയിൽ ചൈനയും അമേരിക്കയും റഷ്യയും ഇറാനും എല്ലാം ചേർന്ന് ഒരു എഗ്രിമെൻ്റ് എന്ന നിലയിൽ ആ കെട്ടിക്കിടക്കുന്ന കപ്പലുകളങ്ങ് പോകട്ടെ, ഇതൊന്നും അമേരിക്കൻ കപ്പലുകളോ ഇറാനിയൻ കപ്പലുകളോ അല്ലല്ലോ, അതൊക്കെ പോകട്ടെ എന്ന് തീരുമാനമെടുക്കാൻ സാധ്യതയുണ്ട്. ഒരു പ്രശ്നപരിഹാരം ഒന്ന് തുടങ്ങി വെക്കണമെങ്കിൽ അങ്ങനെയൊക്കെ മാത്രമല്ലേ സാധിക്കൂ. അപ്പോൾ ചില മൈനുകൾ നീക്കി കൊടുക്കാൻ ഇറാൻ സന്നദ്ധമാകേണ്ടി വരും, അമേരിക്കൻ പടക്കപ്പലുകൾ മാറ്റിയിടാൻ അമേരിക്ക നിർബന്ധിതമാകും. ആ വഴി ചൈനയ്ക്ക് കൂടുതൽ സാന്നിധ്യം ഉറപ്പിക്കാൻ കടന്നു വരാൻ ഒരിക്കലൊരു താരിപ്പായി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് അത് മാറ്റിയെടുക്കാനാവില്ല. വിവിധ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് ചൈന ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ചൈനയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട്, റഷ്യയെ അവഗണിച്ചുകൊണ്ട് ഒരു ലോക വ്യവസ്ഥിതിയെ കെട്ടിപ്പടുക്കാൻ അമേരിക്ക ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതത്ര എളുപ്പമൊന്നുമല്ല. അതുകൊണ്ട് ബദലുകൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഉണ്ടാകും. അതുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളാണ് വീണ്ടും 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 പറയുന്നു, ഇതിൽ ബലിയാടാകുന്നത്, അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ ചക്കളത്തി പോരാട്ടത്തിൽ, സ്റ്റാൻഡ് ഓഫിൽ ബലിയാടാകുന്നത് ഗൾഫ് രാജ്യങ്ങളാണ്. അവിടുത്തെ പ്രവാസികൾ, ഇന്ത്യൻ പ്രവാസികൾ, 90 ലക്ഷം വരുന്ന ഇന്ത്യൻ പ്രവാസികൾ, 35 ലക്ഷം വരുന്ന മലയാളികൾ, ഇവരെല്ലാം തന്നെ മുൾമുനയിലാണ്. ഇത് അവസാനിപ്പിക്കേണ്ട സമയമായി. ഇത് മാർപ്പാപ്പ പറഞ്ഞാലും ശരി, റഷ്യ പറഞ്ഞാലും ചൈന പറഞ്ഞാലും നമ്മൾ ഓരോരുത്തരും പറഞ്ഞാലും ഇത് അവസാനിപ്പിക്കേണ്ട സമയമായി. ബോത്ത് ഇറാൻ ആൻഡ് അമേരിക്ക ഹാവ് ടു ഷോ റെസ്ട്രെയിൻറ്റ്. അതുകൊണ്ട് സിംബോളിക്കായിട്ടെങ്കിലും ചില കപ്പലുകൾ കടത്തി വിട്ടുകൊണ്ട് ഉപരോധത്തിൻ്റെ തീവ്രത കുറച്ചു കൊണ്ടുവരികയും ചർച്ചയുടെ അന്തരീക്ഷമൊരുക്കുകയും ചെയ്യാൻ ഇപ്പോഴും സമയം വൈകിപ്പോയിട്ടില്ല എന്നാണ് എൻ്റെ പക്ഷം.